പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു വലിയ അറിവുള്ളൊക്കെ ആളല്ല, പ്രത്യേകിച്ച് ബൈബിളിനെ കുറിച്ച്. എന്നാലും ബൈബിളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കുറച്ചറിവുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ കുപ്പായ തൊഴിലാളികൾ, ആ നാറികൾ വിശ്വാസികളെ വഞ്ചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അപ്പം അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. കാരണം മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞതിനെ കുറിച്ചാണ്. അതായത് പ്രത്യേകിച്ച് പറയാൻ പോകുന്നത്, സ്ത്രീയെ എങ്ങനെ സൃഷ്ടിച്ചു, ആരുടെ ഉപദേശപ്രകാരം സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. 1-ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നത്, തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് മറ്റെല്ലാ സൃഷ്ടികളും നടത്തി. ഒടുവിൽ തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക, ആണും പെണ്ണുമായി സൃഷ്ടിക്കുക. അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുവീരുന്ന്. പോട്ടെ. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ അത് ആദ്യം പറഞ്ഞെന്തോ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഏതായാലും മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് 2-ാമത്തെ അധ്യായം പറയുന്നത്, മനുഷ്യനെ പൊടിയുണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി മൂക്കിൽ ശ്വാസം ഊതി ആദാമിനെ സൃഷ്ടിച്ചു. അവരെ ഏദൻ തോട്ടത്തിൽ വിട്ടു. അവിടെ ആണ് സംഭവത്തെ തിരിച്ചു വരുന്നത്. ഏദൻ തോട്ടത്തിൽ ആദാമിനെ വിട്ടു കഴിഞ്ഞപ്പോൾ ദൈവം എപ്പോഴും ഒരു കാര്യം, ആദ്യത്തെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. അതിൻ്റെ കഥ നിങ്ങൾക്കറിയത്തില്ല, പോട്ടെ. 2-ാമത്തേതാണെങ്കിലും ആദാം ഏദൻ തോട്ടത്തിൽ നടക്കുമ്പോൾ ദൈവം മുകളിൽ നിന്ന് നോക്കിണ്ടിരിക്കുക, സന്തോഷിക്കുക, എൻ്റെ സൃഷ്ടി സന്തോഷമായി നടക്കുന്നുണ്ടോ. എന്നാൽ അങ്ങനെ നിങ്ങൾക്കറിയാം യോബിൻ്റെ കാര്യം. യേശു ഇങ്ങനെ ഇരിക്കുമ്പോൾ സാത്താൻ അടുത്ത് വന്നു. സാത്താനോട്, നീ എവിടുന്ന് വരുന്നു? ഞാൻ ഭൂലോകം ചുറ്റി കറങ്ങി വരുന്നു. നീ എൻ്റെ ദാസനായി യോബിനെ കണ്ടു. നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ. പേടിക്കണ്ട, ഞാൻ ആ വേലി അഴിച്ചു തന്നേക്കാം. അവൻ്റെ ജീവനെ മാത്രം എടുക്കരുത്, ബാക്കി എന്ത് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സംഭവിച്ചത്. യേശു ഇങ്ങനെ ആദാമിനെ പോക്കുമാരെ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ സാത്താൻ അടുത്ത് വന്നു. എന്തുകൊണ്ട്? അവനോട് ചോദിച്ചു, നീ കണ്ടോ എൻ്റെ സൃഷ്ടിയെ? അതിനെന്താ, ഒന്നിനെ കൂടെ സൃഷ്ടിക്ക്, അപ്പോൾ കളി കാണാം. അങ്ങനെയാണ് ആദാമിന് കാണുന്നതിന് വർത്തിയിട്ട് അവൻ്റെ ഭാര്യയിലൊരുന്നെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചത്. അങ്ങനെ അല്ല എങ്കിൽ ദൈവത്തിന് ആദാമിനെ പുരുഷനെ മാത്രം സൃഷ്ടിച്ചാൽ മതിയെങ്കിൽ ആദ്യത്തെ അധ്യായം പറഞ്ഞ സ്ത്രീയും പുരുഷനെയും സൃഷ്ടിക്കുന്നത് അത് വേണ്ട. 2-ാമത്തെ പറഞ്ഞപ്പോൾ പോലും ദൈവത്തിന് പുരുഷനെ മാത്രം സൃഷ്ടിക്കാതെ സ്ത്രീയെ സൃഷ്ടിക്കാമായിരുന്നു. അതെന്തുകൊണ്ടാണ്? ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്, തൻ്റെ സൃഷ്ടികർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് സ്വസ്ഥനായി 7-ാം ദിവസം ഇരുന്നു. 7-ാം ദിവസം ശുദ്ധീകരിച്ചു. ഇവിടെ പിന്നെ പറഞ്ഞത്
അത് പുരുഷനെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്. ആ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ സാത്താൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് സൃഷ്ടിക്ക്. ഇവിടെ സ്ത്രീയെ സൃഷ്ടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം ചെയ്തു. ആദാമിന് കടന്ന് വർത്തി അവൻ്റെ ഭാര്യയുടെ അടുത്ത് ഇവിടെ കൊണ്ടെല്ലാം ദശ വെച്ച് പിടിപ്പിച്ച സ്ത്രീയെ സൃഷ്ടിച്ചു. എന്തുകൊണ്ട്? അതിനുശേഷം സമാധാനമില്ലാതായി. ആ സ്ത്രീ ഹൗവ, അത് പേത്രാണ്. ഹൗവ ആദാമിനെ കൂടാതെ എന്തൊട്ട് പോയി. ആരാ അവിടെ ചെന്ന്? സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ചെന്നേച്ച് അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇന്ന് തോട്ടത്തിൽ നടക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ പറഞ്ഞിട്ടുണ്ട്. എന്തോ പറഞ്ഞത്? ആ ഫലം തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും എന്നാ പറഞ്ഞത്. അങ്ങനെയല്ല, നിങ്ങൾ ആ ഫലം തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെയാകും. അവിടെയാണ് നമ്മൾ ഉണ്ടാക്കണ്ടേ. ദൈവവും സാത്താനുമായിട്ട് എന്താ വ്യത്യാസം? സാത്താന് സൃഷ്ടിക്കാനുള്ള കർമ്മമില്ല, എന്നാൽ ദൈവത്തെ സൃഷ്ടിക്കാനുള്ള കർമ്മമുണ്ട്. അവിടെ നടന്ന എന്തോ ആണ്. അപ്പോൾ അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ സാത്താൻ്റെ വേല മുഴുവൻ നടക്കുന്നത് പിന്നെയും സ്ത്രീകളാണ്. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ഏത് കാര്യം നോക്കിയാലും, ഇന്ന് കേരളത്തിൽ തന്നെ കാണുന്ന കാര്യം നോക്കിയാലും, ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് ഭാര്യ പോയി ബർത്തിൻ്റെ കൂടെ. എന്തിനു വേണ്ടി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പറയുന്നില്ല. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോ. അത് തന്നെയല്ല, ഇന്ന് സ്ത്രീകൾക്ക് സമത്വം വേണം. എന്തുവാ? ഭർത്താവിനെ പോലെ ജ്ഞാനം. എന്തു തൊട്ട? ഇനിയിപ്പോൾ എല്ലാവർക്കും പഠിത്തമുണ്ട്. എന്നാലും ഈ സമത്വം, നിങ്ങൾ ജോലി ചെയ്യോ, സമ്പാദിക്കോ, എന്ത് ചെയ്തോ, ഭർത്താവിനെ പോലെ സമത്വം വേണമെന്ന് പറയുമ്പോൾ അവിടാണ് അതിൻ്റെ തെറ്റ് പറ്റുന്നത്. ഇന്ന് അതുകൊണ്ടെന്താ വീട്ടുകളിൽ സമാധാനമില്ല. ഭാര്യ ജോലി കഴിഞ്ഞ ഒരു സമയത്ത്, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ഭാര്യ ജോലിക്ക് പോകുന്നു, അവൾ എങ്ങും തനിച്ചൊരു ക്യാബിനിൽ നല്ല ജോലി ചെയ്യുന്നത്. അവൾ ജോലി ചെയ്ത് പല സ്ത്രീകളും പുരുഷന്മാരുമായ കൂട്ടത്തിൽ അടുത്ത ടേബിളിലിരുന്നാണ്. അവിടാണ് ശരിക്കുന്നത് പുരുഷൻ്റെ സ്ത്രീയെയും മണം അവൾക്ക് കിട്ടും. എന്നാൽ ആ മണത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ സംഗതി പ്രശ്നമാവും. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി കഴിഞ്ഞ് കാഫറ്റേറിയ കയറി കാപ്പിയൊക്കെ കുടിച്ചിട്ട് പുള്ളിക്കാർ തിരിച്ചു വീട്ടി വരും. ഭർത്താവാണെങ്കിൽ ജോലി കഴിച്ചു വീട്ടി വരും. വേലക്കാർക്ക് വല്ലതും ഉണ്ടാക്കി വച്ചാൽ നല്ലത്. എന്നാൽ അതല്ലല്ലോ ഒരു കുടുംബജീവിതം. ദൈവം നിശ്ചയിച്ച കുടുംബജീവിതം എന്താണ്? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ച് ആഹാരം കഴിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പഴയ കാലത്ത് ഒരു മുറി മാത്രമേ കാണത്തുള്ളൂ. അവിടെ താഴെ കുഞ്ഞുങ്ങളും മേലൊരു കട്ടിൽ, അപ്പുറത്തൊരു കട്ടിൽ കാണും. അതിന് മാതാപിതാക്കന്മാരും കിടക്കും. അവിടെ അവരെന്നെ അന്യോന്യവും ഓരോ കാര്യങ്ങളും പറയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണോ നമ്മുടെ ജീവിതം?
നാശത്തിലേക്ക് പോയത്. നമ്മൾ സമത്വം വേണമെന്ന് പറഞ്ഞാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഓർത്തോ സഭയിൽ നടക്കുന്നത്. ഓർത്തോ സഭയിലെ പുരോഹിതന്മാർ എല്ലാ വർഷവും പരമ്പര യോഗം കൂടുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഈ മാർത്തമറിയ സമാജം അവരും അവരുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന അതിനെ നയിക്കുന്ന ആരാ? ഈ കള്ളക്കരുറന്മാരെ പുരോഹിതന്മാരും മെത്രന്മാരും. എന്നിട്ട് എന്തിന് ആദ്യത്തെ ഇവരുടെ വർത്തമാന സമാജത്തിൽ യോഗത്തിൽ ശ്രീ പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാത്തിനും കഴിവുണ്ട്, അതിനെക്കുറിച്ച് കൊണ്ട് പറഞ്ഞത്. എന്നിട്ട് വേണ്ട രണ്ടാമത്തെ പുരോഹിതന്മാരുടെ യോഗം പരമന ചെമ്മനാരി ഇല്ലെങ്കിലും ചെമ്മനാരി എന്താ പറഞ്ഞ അവിടെ യോഗം കൂടി അവിടേക്ക് നടന്ന സംഭവം ഒന്നും ഞാനിപ്പം വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ഫോണിലെ ഫീൽപാട്ടിൽ മാർത്തമറിയ സമാജത്തിന് സ്ഥിതിത ക്യാമ്പ്. ഓരോ ദിവസവും ക്യാമ്പ് നയിക്കുന്ന ആരൊക്കെയാ, ഏതൊക്കെ മറ്റാളുടെ പുരോഹിതരുണ്ട്, എല്ലാവരുടെ പേര് പറഞ്ഞ കാരണം പറഞ്ഞാൽ വീതം വെക്കാനൊക്കെ അതുകൊണ്ട് അവിടെ വരുമായിരുന്നു. അവിടെ ക്യാമ്പ് ഞാൻ ഈ ധ്യാനം നിങ്ങൾ ഈ 3 ദിവസം നയിക്കുന്നുണ്ട്. എന്തുവാ ഈ സ്ത്രീകൾ കുടുംബിനികളല്ലേ, വിധവകളാണോ അല്ലയോ, എന്താണ്? ഇവർ ഈ 3 ദിവസം സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി പീരുപറ്റി വരിക. അതേരം പള്ളിക്കാരല്ല കാശ് കൊടുക്കുന്നത്. എന്തുവാട്ടെ എങ്കിൽ ഈ വീട്ടിൽ ഈ പെണ്ണുപിള്ളമാരുടെ ഭർത്താക്കന്മാർ അവിടെ ഉണ്ടെന്നുള്ള ചിന്ത അവർക്കുണ്ടോ? അവർ എന്ത് ചിന്തിച്ചാണ് ഭർത്താക്കന്മാരെ ഇട്ടേക്ക് 3 ദിവസത്തേക്ക് പോയിരിക്കുന്നത്? വേലക്കാർ ചെയ്യിപ്പിച്ചു. അബ്രഹാം ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. സാറയാണ് ആവശ്യപ്പെട്ടത്, എൻ്റെ ബാല്യക്കാലത്ത് നീ പോവാന്ന്. ഇവിടെ അങ്ങനല്ല. നിങ്ങൾ ഭർത്താക്കന്മാരെ അങ്ങോട്ട് വിട്ടുകൊടുക്കാന്നല്ല, ഭർത്താക്കന്മാരെ പ്രേരിപ്പിക്കുക അവിശുദ്ധ ബന്ധത്തിന് വേണ്ടി. ഞാൻ ഉള്ളത് തുറന്ന് പറയട്ടെ, നിങ്ങൾ അവിടെ പോയി 3 ദിവസം ത്രിദിന ക്യാമ്പ് കൊണ്ട് നിങ്ങൾ എന്തോ സാധിച്ചു? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ പഠിച്ച് വലിയ ജോലിയൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുകയാണോ? ഈ ക്യാമ്പിൽ ആത്മീയമായി എന്ത് നിങ്ങൾക്ക് സമ്പാദിച്ചു? അതൊക്കെ പറയാമോ? ആരെങ്കിലും പറയുമോ? പറയത്തില്ല. അവിടെ ഒന്നും സമ്പാദിച്ചില്ല. അവിടെ സമ്പാദിച്ചത് മറ്റത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നില്ല. ഏതായാലും കൊള്ളാം, സാത്താൻ്റെ സൃഷ്ടിയായ സ്ത്രീയെ നീ എന്നും ലോകത്തിന്, കുടുംബത്തിന്, പഴയ കാലത്തെന്ന് പറഞ്ഞാൽ സ്ത്രീ വീട്ടിലിരുന്ന് വീട്ടുകാരി നോക്കുമായിരുന്നു. ഭർത്താവ് പാടത്തോ പുരയിടത്തോ ജോലി ചെയ്ത് വരുമ്പോൾ വരുന്നതിന് വേണ്ടി കുടിക്കാനുള്ള കഞ്ഞിയോ പഴങ്കഞ്ഞിയോ എടുത്ത് വെച്ചുകൊണ്ട് നോക്കിയിരിക്കും. ഇന്നേത് അവളുമാരുണ്ട് നോക്കിയിരിക്കുന്നത്? നിങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ ഒരു പുരുഷൻ നേരെ വരത്തുള്ളൂ. ഒരു പുരുഷൻ ഒരു വ്യക്തി കണ്ടുപിടിച്ചു വന്നാൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് നിങ്ങൾ വീട്ടിൽ കുത്തിരിക്കുമ്പോഴും
അല്ല അല്ലാത്ത സമയത്ത് എന്തോ ചെയ്ത് എല്ലാ സാധനവും മിക്സിയിലും മറ്റയിലും ഉണ്ടാക്കി 10-15 ദിവസവും സമയം ടൈം കൊണ്ട് ആഹാരം ഉണ്ടാക്കി നിങ്ങളെന്ത് ചെയ്യുന്നു? മൊബൈലല്ലേ? നിന്റെ ഭർത്താവ് വരുമ്പോൾ നീ അവനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കാം, അവനൊരു പെങ്കടിച്ചു കാണും. അപ്പോഴും നീ അവനോട് സൗമ്യമായിട്ട് സ്നേഹത്തോട് പെരുമാറുക. അവൻ്റെ ഇന്ന് അവൻ വരുമ്പോൾ അവൾ അവിടെ കാണത്തില്ല. അവൾ വരേണ്ട സമയം എല്ലാവർക്കും ബെഡ്റൂം പ്രത്യേകം. ഇന്ന് പഴയ തലേന്ന് മാത്രമില്ല, സ്നേഹമെന്നുള്ളതില്ല. എല്ലാം കള്ള വ്യർത്ഥമായ സ്നേഹം. ഞാൻ സ്നേഹിക്കുന്നു, മറ്റു ചെയ്യുന്നു, അതെല്ലാം വ്യർത്ഥമായിരിക്കുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇന്ന് കുടുംബത്തിൽ സമാധാനമില്ല. മക്കൾ എവിടെ പോകുന്നു നിങ്ങൾ തിരക്കുന്നില്ല. അവർ കണ്ടമാനം പോയി നശിച്ചു പോകുന്നു. ഇതെത്ര കുടുംബങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നു. മക്കളെ, ഇതൊന്നും നമ്മൾ ആരെയും കുറ്റം പറയുന്നത് നമ്മുടെ കുറ്റമാണ്. നമ്മൾ പൈസ കയ്യിലുണ്ട്. മക്കൾ ചോദിക്കുമ്പോൾ എനിക്ക് രാവിലെ ഏത് മക്കൾക്കാ ഒരു പോതി കെട്ടിക്കൊടുക്കുന്ന വീട്ടിലെ അമ്മമാര്? എനിക്ക് വയ്യ, നടുവയ്യ, മറ്റേത് വയ്യ, കുന്തം വയ്യ. ഇന്നത്തെ അഡ്വാൻസ് എല്ലാ സാധനവും ഉണ്ടെങ്കിൽ ഒരു പിടി ചോറ് കുഞ്ഞിനൊരു ടിഫിനകത്ത് കൊടുത്തയക്കാൻ മാതാപിതാക്കന്മാർക്ക് വയ്യായെങ്കിൽ നീയൊക്കെ അനുഭവിക്കും, ഇനിയും അനുഭവിക്കും. ഇനി ഇതിൽ കൂടുതൽ നമ്മൾ ഈ കേരളത്തിൽ കാണും. കാരണം നമ്മുടെ അഹങ്കാരം. ഇനി ആർക്കും മുട്ടുവയ്യ, എല്ലാവർക്കും മുട്ടുവയ്യ, നടുവയ്യ, എന്തുവാ? കാളുടെ ജോലി അവയ ഇപ്പോഴും പാഴ്സൽ വരുത്തും. ഞാൻ കൊണ്ടുപറയുന്നില്ല മക്കളെ, ഇതൊക്കെ നല്ല കാര്യം. ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇതിലും നല്ല നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഞാൻ കൂടുതൽ പറയുന്നില്ല മക്കളെ. ഏതായാലും നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ, അതായത് ദൈവം രണ്ടാമതൊന്നിനെ സൃഷ്ടിക്കുന്നില്ല. പുരുഷൻ്റെ ഭാര്യയിലെടുത്ത് സ്ത്രീ സൃഷ്ടിച്ചു. എന്തിന്? അവൾ മനുഷ്യൻ്റെ ശരീരമാണെന്ന് ചിന്തിക്കാൻ വേണ്ടി. അല്ലാതെ വേറൊന്നുമില്ല. അല്ലെങ്കിൽ ദൈവത്തിലല്ലേ പൂരിയിൽ സ്ത്രീയെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയത്തില്ലേ? പക്ഷെങ്കിൽ ആ ദൈവത്തിൻ്റെ ചിന്ത പോലും മാറിപ്പോണ്ടി വന്നു. പുരുഷൻ്റെ ശരീരഭാഗമാണ് സ്ത്രീ എന്നുള്ളത് അവർ മറന്നുപോയി. ശരിയല്ല, അത് ഞാൻ പറഞ്ഞില്ല. അവർ കാണുന്നു, അവർക്ക് ഇഷ്ടമുള്ളവരെ എല്ലാം അവരുടെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് അവരിന്ന് ചിന്തിക്കും. കൂടുതൽ ഞാൻ പറയുന്നില്ല.